ലോകത്ത് പല മഹാമാരും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ യുക്തി ന്യായം പറയുന്ന ഒരുത്തനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ശരി തന്നെ മാമി, ഞാനും കണ്ടിട്ടില്ല. നീ എന്തിനാ അവനോട് ദേഷ്യപ്പെടുന്നേ? എന്നോട് പറയാണ്ടെങ്കിലേ എന്റെ മൂത്ത് നോക്കി വേണം പറയാൻ. ചേട്ടാ കൂടുതൽ കളിക്കല്ലേ. മാങ്ങരാജു ആരാണെന്ന് ജംഗ്ഷനിൽ പോയി അന്വേഷിച്ച് അറിയാൻ പറ്റും. നീ ജംഗ്ഷനിൽ പോയി അന്വേഷിക്കടാ മുട്ട പാലുകാരെന്ന്. ഈ വട്ടുപാലുകാരെന്ന് ജംഗ്ഷനിൽ പോയി അന്വേഷിക്കടാ മുട്ട പാലുകാരെന്ന്. ഈ വട്ടുപാലുകാരെന്ന് അമ്മ ആ ആന്റിയുടെ ഭർത്താവിന്റെ 2 കിഡ്നിയും തകരാറില്ല. 3 അല്ലേടി? അല്ല കിഡ്നി 2 അല്ലേ ഉള്ളൂ. അല്ല കിഡ്നി 2 അല്ലേ ഉള്ളൂ. ആ ഗേറ്റ് അടച്ചിട്ടാ? ഓ അടച്ചിട്ട്. ഒരു പട്ടി ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കയറി വരും, ഭയങ്കര ശല്യം. അടച്ചിടണേണ് നല്ലത്. എന്നാ അകത്തുള്ള പട്ടിയെ പുറത്തുള്ള പട്ടി വന്ന് കടിക്കൂലല്ല. നീ പൈസ വല്ലതും കൊടുത്താ? ചുമ്മാ എല്ലാം ചെളിഞ്ഞ് പോണത്. കഷ്ടം. ചില പെണ്ണുങ്ങളുടെ കാര്യാലോചന ഉണ്ടല്ലോ, ചാവട്ടി അരച്ചളയാന്ന് തോന്നുന്നു. ചില പെണ്ണുങ്ങളുടെ കാര്യാലോചന. നിങ്ങൾ രണ്ടുപേരുടെ ബാഗിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. യൂണിഫോം ചെറുതായിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ഉപയോഗിച്ച തന്നെ ഈ വർഷം ഉപയോഗിച്ചാൽ മതി, കേട്ടല്ലോ? കുട്ടുമാമ ഒരു സംശയം ചോദിച്ചോട്ടെ? എന്താ പറ. ഞങ്ങള് കഴിഞ്ഞ വർഷം ഉപയോഗിച്ച ബുക്ക് ഈ വർഷം ഉപയോഗിച്ചാൽ മതിയോ? അമ്മൂമ്മേ അബൂബനെന്തി താഴെ തൊടിയിലുണ്ട്. വീട്ടിൽ കയറ്റാറില്ലേ? അബൂബനെന്തി താഴെ തൊടിയിലുണ്ട്. വീട്ടിൽ കയറ്റാറില്ലേ? ഞാൻ നോക്കിയപ്പോഴും ഒരു പച്ച ബ്ലൗസും പാവാടയൊക്കെ ഇട്ട് കഴുത്തിൽ നെക്ലസ് ഒക്കെ ഇട്ട് കാതിൽ കമ്മൽ, സ്വർണ്ണ കമ്മലുണ്ട്. ഇവിടെ ഒരു 5 വള സ്വർണ്ണ വള, ഇവിടെ ഒരു 5 വള. കാലിലാണെങ്കിൽ സ്വർണ്ണ കൊലുസിടക്കണം. ഞാൻ അധികം ഒന്നും ശ്രദ്ധിക്കാൻ പോയി. ഇത്രയൊക്കെ ശ്രദ്ധിച്ചാ പോരാ. ഞാൻ അധികം ഒന്നും ശ്രദ്ധിക്കാൻ പോയി. നിന്റെ അലീന ഫ്രാൻസിസിനെ പാചകം ചെയ്യാൻ അറിയോ? ഇപ്പോഴേ പഠിപ്പിച്ചു കൊടുക്കണം, നല്ലതാ. അവളുടെ പേര് പറഞ്ഞപ്പോഴത്തേക്ക് അവനെ മോൻ കണ്ടോ? കിഴങ്ങമ്മത്രോസിന്റെ അച്ഛൻ. അച്ഛനല്ലേ, വേറെ അച്ഛൻ. കേശവ് ഇവിടെ വരൂ. കേശവ് എന്തിനാ നടക്കുമ്പോ ബട്ടക്സ് തള്ളി പിടിക്കുന്നത്? That is a manufacturing defect, Papa. നടക്കുമ്പോ ബട്ടക്സ് തള്ളി പിടിക്കുന്നത്? That is a manufacturing defect, Papa. നീ ആരടാ? കുടികാരാ. നീ ഒരു കാര്യം ചെയ്യാം, 1 മുഴം കയറില്ലേ എല്ലാവർക്കും കൂടെ ജീവനം അവസാനിപ്പിക്കാം. അച്ഛാ, 1 മുഴം കയറെന്ന് പറയുമ്പോ ഇത്ര അല്ലേ വേറുള്ളൂ? അതിലെങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ പറ്റും? ചേച്ചിക്ക് പറഞ്ഞ പോലെ നിങ്ങളെല്ലാം ഭയങ്കര അസൂയാണല്ലോ അതില്. സോറി. മതിയടാ, നിർത്ത അച്ഛന്റെ മോൻ ചമഞ്ഞത്. എന്റെ മോളെ സ്നേഹിക്കാൻ ആരുമില്ല, അതിനെ സ്നേഹിക്കാൻ ഞാനും എന്റെ മൂപ്പിലും ഉണ്ട്. Grandmother, don't misunderstand me. I am saying about both of them are. Shut up your muddy mouth, you idiot. Grandson. Shut up your muddy mouth, you idiot. Grandson. ഈ കൊട കൊണ്ടുപോണ പോലെ തന്നെ മറക്കാതെ തിരിച്ചു കൊണ്ടുവരാം. അയ്യോ കൊണ്ടുവരാ. അതെ, നിവർത്തുമ്പോ സൂക്ഷിച്ച് നിവർത്തണം കേട്ടോ. നിവർത്തൂല, കക്ഷത്ത് വെച്ചോണ്ട് പോവാ. മഴ എന്നാ വല്ല വാഴയിലെ ചേമ്പലെ തലക്ക് പിടിച്ചോണ്ട് വരാം. ഭർത്താവ് സുഖം തന്നെ? മോൻ ഇവിടെ ഉണ്ടായിരുന്നോ? വേറെ എവിടെ പോവാ, ഇവിടെ തന്നെ ഉണ്ട് എപ്പോഴും. അല്ല അച്ഛൻ ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. ഈ ഭൂമിയിലെ വൃക്ഷലതാദികളെല്ലാം വെറുതെ ദൈവം പടച്ചു വിട്ടതല്ല. അതിന് ഓരോരോ കാര്യങ്ങളുണ്ട്. അച്ഛന് ഭയങ്കര ഇഷ്ടമായി വിഷ്ണുചേട്ടനെ കെട്ടിച്ചേരാന്ന് പറയുകയും ചെയ്തു. അപ്പൊ ഞങ്ങൾ സമ്മതിക്കണ്ടേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. എന്റെ അച്ഛനോട് പറഞ്ഞാൽ എന്തും എല്ലായിടത്തും വിഷ്ണുചേട്ടനെ കല്യാണം കഴിച്ചു. അല്ല, നീ നിന്റെ അച്ഛനും ആരാ? കുറെ നേരം കൂടെ പറയണ്ട് വില കൊടുത്ത് വാങ്ങിച്ചേരും, വില കൊടുത്ത് വാങ്ങിച്ചേരുന്ന്. അല്ല, വില കൊടുത്ത് വാങ്ങിക്കാനായിട്ട് എന്താ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റിയിരിക്കുന്ന വല്ല സാധനമാണോ? പറ്റിയാണോ? മിണ്ടായിരിക്കും വരും. പറ്റിയാണോ? ഞാൻ തൊട്ടൊന്നും പോയിട്ടില്ല.
ചായ ഒക്കെ നമുക്ക് പിന്നെ കുടിക്കാം. ആരാ വിളിച്ചാടാ? ആരാ വിളിച്ചാടാ? അച്ഛൻ എങ്ങനെ? അച്ഛൻ ഇങ്ങനെ ഇങ്ങനത്തെ ടൈപ്പ് എന്നതാ? എങ്ങനത്തെ ടൈപ്പാ അച്ഛൻ? ഞാൻ വേറെ അച്ഛനെ കുറിച്ച് പറയായിരുന്നു. എത്ര അച്ഛൻ ഉണ്ട്? ഒരു ദിവസം നമ്മൾ എല്ലാവരും കൂടെ വയലിൽ കളിക്കായിരുന്നു. കളിച്ചോണ്ട് നിന്നപ്പോൾ ഒരു വലിയ എരുമ കയറും പൊട്ടിച്ചോണ്ട് ഇങ്ങോട്ട് വന്നു. ഞാൻ നോക്കിയപ്പോൾ കൂടെ നിന്നവന്മാരൊക്കെ 4 പാടും തെറിച്ചു കൊടുക്കണം. ഞാൻ മാത്രം ധൈര്യത്തോടെ നെഞ്ചു പിരിച്ച് ഇങ്ങനെ നിന്നു. അയ്യപ്പ ഇരുമ ചിറ്റപ്പനൊന്നും ചെയ്തില്ലേ? ചിറ്റപ്പന എരുമ എന്ത് ചെയ്യാൻ? ചിറ്റപ്പനെ പേടിച്ചനങ്ങാ നിന്ന് നിപ്പി ചാണകം ഇട്ടു. ഓടി ഒന്ന് എരുമ ഇത് കണ്ട് തിരിഞ്ഞ് നാണം കെട്ട് ഒറ്റ ഓട്ടം എനിക്ക് പോടാ. அம்மா அப்படியெல்லாம் சொல்ல வேண்டாம். அண்ணாவோட முகத்தை பாருங்களேன், சிரிப்பை பாருங்களேன், பச்சை குழந்தை மாதிரி. ആമാ കൊരങ്ങ് മാതിരി ഇരിക്കെ. பச்சை குழந்தை மாதிரி. ആമാ കൊരങ്ങ് മാതിരി ഇരിക്കെ. ഇവයි നമ്മളെ ചെറുക്കായി ഈ പെണ്ണിനെ കൊണ്ട് മുഴുവൻ കറക്കണമെന്ന് മാത്രമല്ല അവർ തമ്മിൽ ചെറിയ ഇഷ്ടത്തിലാണെന്നൊക്കെയാണ് അവർ പറയണത്. ഇത് നീ അറിഞ്ഞെന്നാ ഇവനെ എടുത്തിട്ട് അടിച്ചില്ലാതാക്കി തൊന്തരവ് കെട്ട് നീ അവസാനം പറഞ്ഞെന്ന് 1 or 2 വർഷം കഴിയിട്ട് പിന്നെ അവന് തന്നെ ആ പെണ്ണിനെ അങ്ങ് കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞെന്ന്. ഞാൻ നിന്റെ അടുത്ത് റോഡി വെച്ച് അറിഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞു, അതിന് നീ എന്റെ അടുത്ത് ഒന്ന് കയറിയാ ഒരുമാതിരി കാണിക്കല്ലേ? നീ ബാസി എന്ന് വിളിക്കണ്ട, കുറച്ചു നേരത്തെ വിളിച്ചാൽ മതി. കളിക്കല്ലേ?